അതിങ്ങ് വന്നേ. അങ്ങോട്ട് വന്നേ. ഏത്? ഞാൻ സോർട്ട് ചെയ്തോളാം. അതല്ല, അതിനകത്തൊരു കത്ത് വേറെയാ. അങ്ങോട്ട് വന്നേ. ഏതെന്ന് പറ. KP അമ്മണിക്കുട്ടി KJ ഹൗസ്. അതിങ്ങ് വന്നേക്കൂ. KP അമ്മണിക്കുട്ടി KJ ഹൗസ്. ഇത് ഞാൻ കൊടുത്തോളാം. എന്താ? വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. ഈ കത്ത് മാത്രം സ്വയം ഡെലിവറി ചെയ്യേണ്ട കാര്യം എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. മര്യാദ കത്ത് തരുന്ന നല്ലത്. ചുമ്മാ പേടിപ്പിക്കാതെ ആശാനെ. ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ വെളിയിലാക്കും. ആരാ വെളിയിലാന്ന് നമുക്ക് കണ്ടറിയാം. മിസ്റ്റർ ദേവാനന്ദ്, ദിലീപ് കുമാറിനോട് കളി വേണ്ട. കാണാമടാ. കാണാം. അല്ല, കൊച്ചുകുട്ടമ്പിള്ള ഫയൽവാൻ എന്ന് പറയുന്നത് ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പുതുതായി ചാർജ് എടുത്തിട്ടുള്ള പോസ്റ്റ്മാനാണ്. ഞാൻ സാധാരണ പാന്റും ഷർട്ടുമാണ് ഇടുന്നത്. പിന്നെ ഇതൊരു കുഗ്രാമമായതുകൊണ്ട് വെറുതെ ഒരു ചേഞ്ചിന് മുണ്ടും ബനിയനും മതിയെന്ന് വിചാരിച്ചു. അവിടെ വേറെ ഒരുത്തരുണ്ടായിരുന്നല്ലോ, അവൻ പോയോ? അവനെ ഞാൻ അവിടെ ഇരുത്തിയിരിക്കുക. അവിടെ ഇരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാ പിന്നെ അവനെ എതിർക്കാൻ പറ്റില്ലേ. അതെന്താച്ചാ അവന്റെ എന്റെ ശമ്പള സ്കെയിൽ വെച്ച് നോക്കുമ്പോ അവൻ എന്നോട് ഒന്നും പറയാൻ പറ്റില്ലേ. ആശാൻ എവിടേക്കാ? വൈദ്യശാല വരെ. അയ്യോ, ആശാൻ നല്ലൊരു വൈദ്യൻ കൂടിയാണെന്ന് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ അങ്ങനെ ഇങ്ങനെ ആരും ചികിത്സിക്കാറില്ല. പക്ഷേ കൊച്ചുകുട്ടമ്പിള്ള ഫയൽവാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ബഹുമാനവും ഭയവും ഒക്കെയാ. എവിടെയാ നാട്? പയ്യോളി. നമ്മുടെ PT ഉഷയുടെ കോഴിക്കോടിനടുത്താ. എന്താ, കത്ത് വല്ലതുണ്ടോ? കത്തുണ്ട്, പക്ഷെ ആശാനല്ല. ആരാ ഈ KP അമ്മണിക്കുട്ടി? എന്റെ മോള്. ആൾക്കാരാ കത്തയക്കാൻ? അതെനിക്കറിയില്ല. ആ പേരിൽ ഒരു കത്തവിടെ കണ്ടു. അവൻ പറഞ്ഞു അവൻ കൊടുത്തോളാമെന്ന്. ആര്? ഇപ്പൊ ഞാൻ അവിടെ ഇരുത്തിയിട്ട് വന്നില്ലേ, ആ ക്ലാസ് 4 ജീവനക്കാരനെ. പെൺകുട്ടികളാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ആരുടെ കത്താണ്, എന്തിനുള്ള കത്താണ്. എനിക്കും സഹോദരിമാരൊക്കെ ഉണ്ടേ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. രാധയ്ക്ക് പനി. ആരാ നിനക്ക് കത്തയച്ചത്? ആരും അയച്ചില്ലല്ലോ. നീയല്ലേ KP അമ്മണിക്കുട്ടി? അത് വലിയ പറമ്പത്തെ അമ്മണിക്കുട്ടിയായിരിക്കും. അതെ, ചിലപ്പോ വലിയ പറമ്പത്തെ ആയിരിക്കും. എന്റെ പേര് ദേവാനന്ദ്. ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പോസ്റ്റ്മാൻ. മറ്റാരെങ്കിലും കുട്ടിയുടെ കയ്യിൽ കത്ത് തരികയാണെങ്കിൽ വാങ്ങിക്കണ്ട കേട്ടോ. വലിയ ചതിവായിപ്പോയി. ആ ഫയൽവാന്റെ മോക്കാണ് താൻ എന്നെ കൊണ്ട് കത്തഴിച്ചത് അല്ലേ? പിന്നെ ആര് പറഞ്ഞു? ആരും പറഞ്ഞല്ല. ദാ കത്ത് എന്റെ കയ്യിലുണ്ട്. ഇത് വാസുവിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. എങ്ങനെ? എടോ, ആ അമ്മണിക്കുട്ടിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ രാധ, അവക്ക് എന്റെ കൈയക്ഷരം നല്ലപോലെ അറിയാം. ഓഹോ, അപ്പൊ വാസു രാധയ്ക്ക് കത്തയക്കാറുണ്ട്. മണ്ണാങ്കട്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. താൻ നാളെ അങ്ങ് പോവും. എനിക്ക് ഈ നാട്ടിൽ പിന്നെയും ജീവിക്കണം. ഞാനിനി അമ്മണിക്കുട്ടിയോട് എന്ത് സമാധാനം പറയും? ഓഹോ, തനിക്ക് അതാണ് പ്രശ്നം അല്ലേ? ഞങ്ങൾ സത്യത്തിൽ വളരെയേറെ അടുത്തുപോയി വാസു. എന്നാലേ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറഞ്ഞേക്കാം. ആ കുട്ടമ്പിള്ള ഫയൽവാന്റെ കയ്യിൽ നിന്ന് താൻ ഇടി കൊണ്ട് നൂന്നു. വാസു, വാസു, എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. ഇല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് എഴുതിക്കോ. നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് എന്നെ അപമാനിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ലാഭം? നാട്ടുകാരൊന്നും അറിയത്തില്ലെന്ന്. വാസു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലേ? അതെന്റെ കയ്യക്ഷരം വാസു ആരോടും പറയത്തില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ എല്ലാരും അറിയട്ടെ. സ്നേഹിക്കുന്ന ഇന്ത്യൻ ഭരണഘടന പറയാൻ തെറ്റൊന്നുമല്ലല്ലോ. എനിക്ക് ഇഷ്ടമല്ലെങ്കിലോ? അത് മാത്രം പറയരുത്. വേണ്ട. അമ്മണിക്കുട്ടി, ഞാനിനി ഒന്നും ഒളിക്കുന്നില്ല. എല്ലാം കേട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ എന്നെ വെറുത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്നേക്കുമായി പിരിയാം. അമ്മണിക്കുട്ടി, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം.
ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മണിക്കുട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുകൊണ്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മണിക്കുട്ടി എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു പാവപ്പെട്ട പോസ്റ്റ് മാസ്റ്ററാണ്. അമ്മണിക്കുട്ടിയോ ഈ നാട്ടിലെ ഏറ്റവും പ്രതാപിയായ ഒരാളുടെ മകള്. അമ്മണിക്കുട്ടി ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്, ഒരു ജീവിതമുണ്ടെങ്കിൽ അത് അമ്മണിക്കുട്ടിയോടൊപ്പമായിരിക്കും. പക്ഷേ എന്നോടൊന്ന് സംസാരിക്കുവാൻ പോലും അമ്മണിക്കുട്ടി തയ്യാറാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാ ഞാൻ മമ്മൂട്ടി സാറിനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ സംസ്കാരമില്ലായ്മയാണ് കാണിച്ചത്. ആ കത്തുകൾ ഞാനാണ് എഴുതിയത്. അമ്മണിക്കുട്ടി എന്നെ അറിയാൻ വേണ്ടി, എന്നെ ഒന്ന് നോക്കാൻ വേണ്ടി. എന്നോട് ക്ഷമിക്കൂ. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെ നുണയാ ഭഗവാൻ എഴുതി പിടിപ്പിച്ചത്. എനിക്ക് ദിലീപ് കുമാർ ജീവനാണ്, ചേനയാണ്, മൊണ്ണാങ്കട്ടിയാണ്. അമ്മണിക്കുട്ടി തന്നെ പറയൂ, ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലെങ്കിലും സംസാരിക്കാൻ ഇടയാകുമായിരുന്നു. ഒന്ന് ഓർമ്മിക്കണം, എല്ലാം അമ്മണിക്കുട്ടിയുടെ സ്നേഹത്തിന് വേണ്ടിയായിരുന്നു. പോവാണോ? എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പോവൂ. ക്ഷമിക്കില്ലേ? എന്നോട് ക്ഷമിക്കില്ലേ? ക്ഷമിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്നോട് സ്നേഹമാണെന്നല്ലേ? അവളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. എന്നോട് ദയവ് ചെയ്ത് ദേഷ്യപ്പെടരുത്. മോളെ വിളിച്ച് ചോദിക്കുകയും വരുത്. പെൺകുട്ടികളാ, നമ്മൾ സൂക്ഷിക്കണം. അവര് വല്ല അതിക്രമവും കാണിച്ചാൽ. അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ബോംബെയിൽ ജോലി ചെയ്യുന്ന എന്റെ അനന്തരവൻ പയ്യനാ. നല്ല ശരീരശേഷിയുള്ളവനാ. 10 ആൾ ഒരുമിച്ച് വന്നാലും അവൻ ഒറ്റയ്ക്ക് തല്ലി നിരപ്പാക്കും. അത് നിരപ്പാക്കിക്കോട്ടെ, പക്ഷേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. അതുകൊണ്ട് ഈ ക്ലാസ് 4 പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണം. അതിനുള്ള വഴി ആലോചിച്ചാട്ടെ. അവനെ ഞാൻ ശരിപ്പെടുത്തും. ദിലീപ് കുമാർ അല്ലേ? അതെ. ഒരു നിമിഷം ഒന്ന് വരണം. എന്താ കാര്യം? കുട്ടൻപിള്ളയുടെ മോളുമായി. അതെ, ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിൽ. നമുക്ക് അകത്തോട്ടൊന്ന് സംസാരിക്കാം. ആരാ മനസ്സിലായില്ല? അമ്മണിക്കുട്ടിയുടെ. അയ്യോ, എന്താ? അയ്യോ, എന്താ പ്രശ്നം? അയ്യോടാ, നിങ്ങൾക്ക് ആളൊന്നും തെറ്റിയിട്ടില്ലല്ലോ. ആളൊന്നും തെറ്റിയിട്ടില്ല, നീ തന്നെയാ. അയ്യോ, അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അയ്യോ, ചോര. നിങ്ങൾ എന്തുവാ? നിങ്ങൾ ഉദ്ദേശം എന്തുവാ? അയ്യോ, നിങ്ങൾ ഉദ്ദേശം എന്താ? എനിക്ക് കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് പെരുമാറണം. ഒരാളെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊടുത്തത് എനിക്ക് ദേഷ്യം വരുന്നു. രാമേന്ദ്രൻ എന്തായത് മാഷെ? എന്താണ് പറഞ്ഞത്? വിളിച്ചിറക്കി അടിയെന്ന് പറയും. ഒന്നും പറഞ്ഞില്ലേ? അടിയൊന്ന് നിർത്തിയിട്ട് വേണ്ട എന്തായാലും പറയാൻ. എന്നാ അയ്യോ,
അയ്യോ നാട്ടുകാരെ ഓടി ഇത് നമ്മള് പോസ്റ്റ് മാഷല്ലേ മാഷേ എന്ത് പറ്റി മാഷേ എന്ത് പറ്റി എന്ത് പറ്റി മാഷേ പറ ഫയൽമാൻ കൊച്ചുകുട്ടമ്പിള്ളയുടെ ആൾക്കാരാ ആൾക്കാര് ഒരു 100 പേരുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ ആയുധവും എന്നിട്ട് കുറച്ചു സമയം ഞാൻ അടിച്ചു നിന്നു പക്ഷെ എന്റെ കയ്യിൽ ആയുധം ഇല്ലായിരുന്നല്ലോ ഇത് പോട്ടെ അയ്യോ. എന്തിനാ ചീട്ട് കളിക്കണം ഒന്ന് പോടാ ചോരയോ മാഷെ കാര്യം പറ എന്നിട്ട് വെറുതെ തന്നെയായിരിക്കും വെറുതെ അങ്ങനെ ഒരാൾ തല്ലോ മാഷെ കാര്യം പറ തെളിച്ച് പറ എന്താ ഏതാ എന്താ വെച്ചേ? എന്താ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താ അയ്യോ. എന്താ ഇനി സത്യം പറയാം പറഞ്ഞോളൂ ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വരില്ല എടാ ഇപ്പ ആരെയും ഇങ്ങോട്ട് ഇവിടെ ഇരുന്നോട്ടോ എനിക്ക് അയാളുടെ മകൾ അമ്മണിക്കുട്ടി ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടോളൂ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹിച്ചോളൂ കല്യാണം കഴിച്ചോളൂ പ്രേമിച്ചു പോയത് ഒരു കുറ്റമാണോ ആര് പറഞ്ഞു കുറ്റാണെന്ന് പ്രയോഗിച്ചോളൂ എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ഞാൻ അന്യനാട്ടുകാരനല്ലേ അത് പറയരുത് ഇന്ത്യ മഹാരാജ്യത്തിലെ വോട്ടവകാശമുള്ള പൗരനാണെങ്കിൽ അമ്മണിക്കുട്ടിയെ കൈ അമ്മണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പിള്ളയുടെ കാടത്വത്തിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തും ഇല്ല ആരും ശബ്ദം ഉയർത്തണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ ഇല്ല സഖാവേ ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ആണോ അല്ല ഈ മുത്താരം കുന്നിലെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ് ഈ ഇൻക്ലാബ് സിന്ദാബാദ്.